Today we are going to discuss about gravitational potential energy. ഇൻഫിനിറ്റിയിൽ നിന്ന് ഒരു മാസിനെ ഒരു പോയിന്റിലേക്ക് കൊണ്ടുവരാൻ ആവശ്യമായ വർക്ക് ഡണ്ണിനെയാണ് നമ്മൾ ഗ്രാവിറ്റേഷണൽ പൊട്ടൻഷ്യൽ എനർജി എന്ന് ഡിഫൈൻ ചെയ്യുന്നത്. നമുക്ക് ഫിഗറിൽ നോക്കിയാൽ കാണാം, ഇൻഫിനിറ്റിയിൽ നിന്ന്, ഇൻഫിനിറ്റി നമ്മളിവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട്, അവിടെ നിന്ന് ഒരു മാസിനെ നമ്മൾ വിചാരിച്ച ഒരു പോയിന്റിലേക്ക് കൊണ്ടുവരുന്ന ഒരു പ്രൊസീജിയറാണ് നമ്മളിവിടെ കാണുന്നത്. ഇവിടെ ഗ്രാവിറ്റേഷണൽ ഫോഴ്സിനെ ഒരു കൺസർവേറ്റീവ് ഫോഴ്സായിട്ടാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. സോ നമുക്ക് നമ്മുടെ ഡെറിവേഷനിലേക്ക് കടക്കാം. Let the body of mass m be at a distance x from the mass m, capital M. Capital M മാസിൽ നിന്നും സ്മോൾ എക്സ് ഡിസ്റ്റൻസ് അകലെയാണ് നമ്മുടെ സ്മോൾ എം ബോഡി ഇരിക്കുന്നത്. ദെൻ ദ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ഓൺ മാസ് സ്മോൾ എം, ഇവർക്കിടയിലുള്ള ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് എന്ന് പറയുന്നത് F = gmm/x² ആണ്. The work done to displace the body through a distance dx is, work done എന്ന് പറയുന്നത് ഫോഴ്സ് ഇൻറ്റു ഡിസ്റ്റൻസ് ആണ്. Here we consider the small work done in moving the body, that is given by dw = F into dx, that is through a small distance, and it is given by gmm/x² into dx. Therefore, the total work done to bring the body from infinity to P is given by integrating this expression, that is W = integral infinity to R f dx. Here we know F = gmm/x². Then we can write integral infinity to R gmm/x² dx. Here gmm constant and it is taken outside, so that we can write gmm into integral infinity to R 1/x² dx. നമ്മൾ പഠിച്ചിട്ടുണ്ട് ഇൻ്റഗ്രൽ 1/x² എന്നത്. അതിനെ ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുക 1/x എന്നാണ്. 1/x² നമ്മൾ x⁻² എന്നെടുത്തിട്ടാണ് ഇൻ്റഗ്രേറ്റ് ചെയ്യുക. അപ്പോൾ x⁻² ഇൻ്റഗ്രേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ x⁻⁻1 /-1 കിട്ടും. അതുകൊണ്ടാണ് ആൻസറിൽ -gmm1/x എന്ന് കിട്ടുന്നത്. ആഫ്റ്റർ ദാറ്റ് we are giving upper limits, that is infinity to R. Then giving the limits, we can write -gmm1/R -1/infinity, and the final answer is given by W = -gmm/R. This work done is stored in the body as its gravitational potential energy U. Therefore, U is equal to -gmm/R. Next is gravitational field and gravitational potential. The region around a mass where its gravitational force is experienced is called gravitational field. നമുക്കറിയാവുന്നതാണ്. ദെൻ വാട്ട് ഈസ് ഗ്രാവിറ്റേഷണൽ പൊട്ടൻഷ്യൽ? ഒരു യൂണിറ്റ് മാസിൻ്റെ കേസാണെന്നുണ്ടെങ്കിൽ, നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തത് ഗ്രാവിറ്റേഷൻ പൊട്ടൻഷ്യൽ എനർജിയാണ്. അത് സ്മോൾ എം മാസിൻ്റെ കേസാണ്. യൂണിറ്റ് മാസാണെങ്കിൽ നമ്മൾ അതിനെ ഡിഫൈൻ ചെയ്യുന്നതാണ് ഗ്രാവിറ്റേഷണൽ പൊട്ടൻഷ്യൽ എന്ന്. ദാറ്റ് ഈസ് ദ ഗ്രാവിറ്റേഷണൽ പൊട്ടൻഷ്യൽ അറ്റ് എ പോയിൻറ്റ്
in the gravitational field is the work done in bringing a unit to mass from infinity to that point in the field. That അതായത് സ്മോൾ എം ഇസ് ഈക്വൽ ടു യൂണിറ്റ്, അതായത് സ്മോൾ എം ഇസ് ഈക്വൽ ടു 1 ആണെങ്കിൽ അതിനെ നമ്മൾ ഗ്രാവിറ്റേഷണൽ പൊട്ടൻഷ്യൽ എന്ന് പറയും. അപ്പോൾ നമ്മുടെ എക്സ്പ്രഷൻ ബിക്കംസ് യുവിന് പകരം നമ്മൾ ഇവിടെ വി ജി എന്നാണ് കൊടുക്കുന്നത്. ദാറ്റ് ഈസ് ഇൻ്റഗ്രൽ ഇൻഫിനിറ്റി ടു ആർ ജി എം ബൈ ആർ സ്ക്വയർ ഡി ആർ എന്ന് ഡിഫൈൻ ചെയ്യുന്നു. സ്മോൾ എമ്മിന് പകരം ഇവിടെ 1 എന്നാണ് നമ്മൾ കൊടുത്തിരിക്കുന്നത്. ദെൻ വി ക്യാൻ റൈറ്റ് വി ജി is equal to പൊട്ടൻഷ്യൽ എന്നുള്ള അർത്ഥത്തിലാണ്, ഗ്രാവിറ്റേഷണൽ പൊട്ടൻഷ്യൽ എന്നുള്ള അർത്ഥത്തിലാണ് വി ജി എന്ന് കൊടുത്തിരിക്കുന്നത്. ദാറ്റ് ഈസ് ഈക്വൽ ടു മൈനസ് ജി എം ബൈ ആർ. ഇഫ് വി ആർ കൺസിഡറിങ് എർത്ത്, എം ഈസ് ദ മാസ് ഓഫ് ദ എർത്ത്. ഓക്കെ.